നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ മഞ്ഞപ്പിത്ത പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ പി അബ്ദുൽ ഹമീദ് MLA വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ തീരുമാനം. പ്രതിരോധ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ സ്വതന്ത്ര ചുമതലയുള്ള നോഡൽ ഓഫീസറെ നിയമിക്കാനും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് രോഗമേഖലയ്ക്കായി വൈകുന്നേരം വരെ ലാബ് പ്രവർത്തനം നടത്താനും തീരുമാനിച്ചു. ലാബിലേക്ക് ആവശ്യമായ സ്റ്റാഫിനെ താൽക്കാലികമായി അനുവദിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് MLA നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിരുന്ന പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിന് പുറമെ ചേലേമ്പ്ര, മുന്നിയൂർ, തേഞ്ഞിപ്പലം, പള്ളിക്കൽ പഞ്ചായത്തുകളിലും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തതോടെയാണ് യോഗം ചേർന്നത്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂവെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും MLA അഭ്യർത്ഥിച്ചു. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പി അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ അടിയന്തരമായിട്ട് ഇടപെടലുകൾ ആവശ്യമാണ്. പറഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു പ്രത്യേക സ്ക്വാഡിനാണ് നിയമിച്ച് അവിടെ പറഞ്ഞേക്കണം വന്നപ്പോൾ അടിയന്തരമായിട്ട് ഡോക്ടർമാർ ടീമിലേക്ക് അയച്ചു. ബോധവൽക്കരണ ക്ലാസ് നടക്കേണ്ട ഏർപ്പാടുകളൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വളരെ നല്ല രീതിയിൽ ഈ ദൗത്യം ഏറ്റെടുത്തു. ഇനി ഏതെങ്കിലും സംഭവിച്ചു. ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആസൂത്രണം ചെയ്യേണ്ടതെന്നുള്ളത് അവർ ഫലപ്രദമായിട്ട് ചിന്തിക്കുകയും ഡിസ്കസ് ചെയ്യുകയും അത് താഴെ തട്ടി പ്രവർത്തികമാക്കാൻ കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക വിഷയാവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ T. വിജിത്ത, T. P. സെമീറ, NM സുഹറാബി, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. Air One ന്യൂസ്, വള്ളിക്കുന്ന്. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.